Hello friends, good morning. Session 52. We are going to a question today. Okay, this is our topic today. Is a perfect style. This question is about a language. Can we speak of a perfect style of language? ഭാഷ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശരിയായ, ഏറ്റവും കൃത്യമായ, ഏറ്റവും പൂർണ്ണതയുള്ള ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ രീതിയുണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന്. പലപ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിൻ്റെ ഒരു ആശയക്കുഴപ്പം ഇതാണ്. നമ്മുടെ ഭാഷ പൂർണ്ണതയുള്ളതല്ല, നാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭാഷ പൂർണ്ണതയുള്ളതല്ല. പൂർണ്ണത എന്നുള്ളത് അത്തരത്തിലുള്ളൊരു ഭാഷയുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള, ഫുൾ പ്രൂഫ് ആയിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും പണിക്കുറ തീർന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട് എന്നും നമ്മുടെ ഭാഷ അത്തരത്തിലുള്ളതല്ല എന്നുമുള്ള ഒരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു അപകർഷത, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എപ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ടു ദ പെർഫെക്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ, ദ പെർഫെക്റ്റ് എക്സ്പ്രഷൻ, ദ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോകുന്നത്. ഇവിടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ദ ടവർ ഓഫ് ബൈബിൾ എന്ന് പറയുന്ന ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. Okay, and the people of Israel wanted to construct a tower. And the objective was to build a very tall tower that they can climb the tower and reach up to heaven. സ്വർഗം മുട്ടുന്ന ഒരു ടവർ, ഒരു ഗോപുരം കെട്ടിപ്പൊന്തിക്കാൻ വേണ്ടി ബാബേൽ ജനത ഒരു പണി തുടങ്ങുകയാണ്. And they have almost reached the skies, high skies. ആൻഡ് ഗോഡ് ഗോട്ട് ഫ്യൂരിയസ് അബൌട്ട് ദിസ് എന്നാണ്. ഈ മനുഷ്യരുടെ ഈ ഒരു അതിക്രമം ദൈവത്തെ കുപിതനാക്കുകയും ആൻഡ് ഹീ ജസ്റ്റ് ചേഞ്ച്ഡ് ദെയർ ലാംഗ്വേജസ് സോ ദാറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടവർ ഗോട്ട് ബ്ലോക്ക്ഡ്. ദൈവം ആകെ ചെയ്ത കാര്യം ഇതാണ്: ഈ മനുഷ്യരുടെ ഭാഷകളെ മാറ്റിക്കളഞ്ഞു. അവർ പരസ്പരം സംസാരിക്കുന്ന ഭാഷകൾ മാറ്റിക്കളഞ്ഞു. അതോടുകൂടി ഈ കൺസ്ട്രക്ഷൻ പാതി വഴിയിൽ നിന്നുപോയി. അങ്ങനെ ടവർ ഓഫ് ബൈബിൾ എന്നുള്ളത് പൂർത്തിയാക്കാതെ പോയി എന്നുള്ളതാണ്. ഇതിലെ മെറ്റഫർ, ഇതിലെ രൂപകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഭാഷയുടെ ഒരു സവിശേഷമായ ശക്തി എന്നുള്ളതാണ്. ഒരു സോഷ്യൽ ഓർഗനൈസിങ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഭാഷയുടെ ഒരു സവിശേഷമായ ശക്തി അത് കാണിക്കുന്നുണ്ട്. ഇഫ് ദർ ഈസ് നോ ലാംഗ്വേജ് ദർ ഈസ് നോ അച്ചീവ്മെൻറ്റ്, ദർ ഈസ് നോ അക്കംപ്ലിഷ്മെൻറ്റ് എന്നത് കാണിക്കുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദർ ഈസ് എ കൈൻഡ് ഓഫ് പെർഫെക്ഷൻ ദാറ്റ് കുഡ് ബി അച്ചീവ്ഡ് ത്രൂ ലാംഗ്വേജ് എന്നുള്ളതാണ്. ഈ കഥ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ബാബേൽ ജനങ്ങൾ സ്വർഗത്തിലെത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപാധി ഭാഷയുടേതാണ് എന്ന് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ത്രൂ ദിസ് മീഡിയം ഓഫ് ലാംഗ്വേജ് ദാറ്റ് ദേ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് എമംഗ് ദംസെൽവ്സ് സോ ദാറ്റ് ദേ കുഡ് കോർഡിനേറ്റ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് ദേ കുഡ് റീച്ച് അപ് ടു ദ സ്കൈസ് എന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് is the means for accomplishing, achieving perfection എന്ന് ഈ കഥയുടെ അന്തർധാര. എന്നാൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഭാഷയിൽ സാധ്യമാണോ? അല്ലെങ്കിൽ ആരുടെ ഭാഷയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാഷ? വലിയ എഴുത്തുകാരുടെ ഭാഷയാണോ? വലിയ പ്രഭാഷകരുടെ ഭാഷയാണോ? കവികളുടെ ഭാഷയാണോ? ചിന്തകരുടെ ഭാഷയാണോ? ശാസ്ത്രകാരന്മാരുടെ ഭാഷയാണോ? അധ്യാപകരുടെ ഭാഷയാണോ? വിച്ച് ലാംഗ്വേജ് ഈസ് പെർഫെക്റ്റ്? അങ്ങനെ ഒരു പെർഫെക്റ്റ് ലാംഗ്വേജ് നിലവിലുണ്ടോ എന്നുള്ളത്. സത്യത്തിൽ ഇതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അണ്ടർ കറണ്ടും കൂടെ ഉണ്ട്. ഈ ഒരു ആർഗ്യുമെൻറ്റിന് അണ്ടർ കറണ്ട് ഉണ്ട്. ആ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ഈസ് എ പെർഫെക്ഷൻ ടു വിച്ച് യു ഷുഡ് ബി കണ്ടിന്യൂസ്ലി എയിമിങ് അറ്റ് എന്നുള്ളതാണ്. ബാബേൽ ടവർ പോലെ നമ്മളൊരു സ്വർഗത്തിലേക്ക്, ഒരു സങ്കല്പ സ്വർഗത്തിലേക്ക്, പറുദീസയിലേക്ക് നാം നിരന്തരം കയറിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് ഒരിക്കലും ഡെമോക്രാറ്റിക് അല്ല. അത് ഒരിക്കലും ഒരു ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു നിലപാടേയല്ല. നമ്മുടെ ക്ലാസ് മുറികളുടെയും പ്രത്യേകിച്ച് ഭാഷാ ക്ലാസ് മുറികളുടെയും
യൂണിവേഴ്സിറ്റി ക്ലാസ് മുറികളുടെയും ഒക്കെ ഒരു ഘടന ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ, ഒരു ഹൈറാർക്കിയെ നിലനിർത്തുന്നതാണ് എന്നതാണ്. സത്യത്തിൽ ഈ ഹൈറാർക്കിയെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ശ്രേണീബന്ധങ്ങളെ, ഉച്ചനീചത്വം, ഉയർന്നത് താഴ്ന്നത്, മേലെ താഴെ എന്നുള്ള ഈ ശ്രേണീബന്ധങ്ങളെ തകർക്കുമ്പോഴാണ് നാം സത്യത്തിൽ ഭാഷയുടെ ഒരു ജൈവമായ തലത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ തരത്തിലുള്ള ഭാഷാ പ്രയോഗവും തനിമയുള്ളതാണ്, ഒറിജിനലാണ്. ഓക്കെ, അതിൻ്റെ തനിമ നിലനിർത്തുന്നതിലാണ് നാം ആർജവം കാണിക്കേണ്ടത്. വി ഷുഡ് നോട്ട് ബി ഗോയിങ് ഫോർ എൻ എൻഡ്ലെസ് മിമിക്രി ഇൻ ദിസ്, ഡ്യൂപ്ലിക്കസി ഇൻ ദിസ്. Instead, we should be trying to find out at which extent or at which level we are authentic and we are special and we are original, and how to retain this originality and authenticity in our language. അപ്പോൾ again we are coming back to this question, is there a perfect style of language? We say that there is no such a thing as a perfect style. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അതിനൊരു ന്യായം വേണം. ആ ന്യായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാംഗ്വേജ് ആസ് വി ഹാവ് സീൻ ഇൻ എൻ ഏർലിയർ സെഷൻ ഈസ് ഇൻവോൾവിങ് ആസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഇൻവോൾവിങ് 3 different attributes or 3 different components. One is the sender or the coder of the message, and second is of course the medium. Okay, and it is finally reaching to the receiver. Okay, this is how language is functioning. This is something that we have seen. There should be a coder, there should be a center, a creator of language who is coding a message in language. ഭാഷയിൽ ഒരു സന്ദേശം പുറപ്പെടുവിക്കുന്ന ഒരാൾ അതിന് വേണം. അങ്ങനെ പുറപ്പെടുവിക്കാനായിട്ട് ഭാഷ എന്ന മാധ്യമം, മീഡിയം വേണം. ബിക്കോസ് ആ മാധ്യമം ഇല്ലെങ്കിൽ ദിസ് വിൽ ബിക്കം just body language or just facial expressions or something like that. It will merely deteriorate it into a code of signs only. And it should always have, and this part is equally important as the sender, the receiver. And it is this person, ഈ സന്ദേശം സ്വീകരിക്കുന്ന ആളാണ് ഈ ഭാഷയുടെ ക്വാളിറ്റി സത്യത്തിൽ നിർണ്ണയിക്കുന്നതെന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് ഫ്രം ദ റിസീവർ ദാറ്റ് വി ആർ ജനറേറ്റിംഗ് വാട്ട് വി കോൾ ഫീഡ്ബാക്ക്. Okay, unless a language statement is generating a feedback either in agreement or in disagreement, that statement is failed. But who is the ultimate authority, say, judging the quality of a language or a linguistic statement that is uttered? Of course, it is a receiver. And the receiver is relative. ഈ ഭാഷ കേൾക്കുന്ന ആൾ, ഭാഷയുടെ ശ്രോതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താവ് എന്ന് പറയുന്ന ആൾ എപ്പോഴും അയാളുടെ പൊസിഷൻ വളരെ റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. അതിൻ്റെ അർത്ഥം ഒരേ കാര്യം പല തലത്തിലുള്ള ശ്രോതാക്കളോട് പല തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ സെഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. കാരണം ഒരു ഹെറ്ററോജിനസ് ആയിട്ടുള്ള ഒരു ക്ലാസ്, പല തലത്തിലുള്ള ശ്രോതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്, അപ്പോൾ പലതരത്തിൽ ഡീകോഡ് ചെയ്യപ്പെടേണ്ടുന്ന സന്ദേശങ്ങളെ കൊടുക്കേണ്ടി വരുന്ന ഒരു ക്ലാസ് റൂം സന്ദർഭം എന്ന് പറയുന്നത്, അതാണ് ഈ ഭാഷാ സന്ദർഭത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നാം മുതിർന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു രീതിയിലും കുട്ടികളോട് സംസാരിക്കുമ്പോൾ മറ്റൊരു രീതിയിലും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവിടെ അതിൻ്റെ റിലേറ്റിവിറ്റി, ആപേക്ഷിക സ്വഭാവമാണ് വെളിപ്പെടുന്നത്. അപ്പോൾ നാം നിർമ്മിക്കുന്ന ഭാഷ മുഴുവൻ ആപേക്ഷികമായി വിലയിരുത്തപ്പെടുന്നതാണെങ്കിൽ, അതിൻ്റെ ഗുണദോഷങ്ങൾ ആപേക്ഷികമായി വിലയിരുത്തപ്പെടുന്നതാണെങ്കിൽ, if the judgment is changing from person to person, okay, we cannot have a common yardstick, we cannot have what we call a benchmark.
ഭാഷയിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ബെഞ്ച് മാർക്കുണ്ട്, ഒരു മാനദണ്ഡമുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതിൽ നിന്നും ഇതുകൊണ്ടാണ് നാം എത്തുന്ന നിഗമനം, മികച്ച ഭാഷ എന്നൊരു ഭാഷയില്ല, അല്ലെങ്കിൽ പൂർണ്ണതയുള്ള ഭാഷ എന്ന ഒരു ഭാഷ ഇല്ല എന്നൊരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു ബി തിങ്കിങ് ഓഫ് attributes of a good style, and these attributes are really well known. Okay, everybody knows that. പക്ഷേ മോസ്റ്റ്ലി വി ടെൻ ടു ഓവർലുക്ക് ദിസ്. ഈ കാര്യങ്ങൾ നമ്മളെപ്പോഴും കാണാതെ പോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. So the number one attribute here is, of course, we have what you call clarity. Okay, it doesn't matter how ornamental, how decorative our language is. It doesn't matter how high sounding our language is. ഇതൊന്നുമല്ല നമ്മുടെ ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ മേന്മ നിശ്ചയിക്കുന്നത്, അതിൻ്റെ ക്ലാരിറ്റിയാണ്. Because the primary function of language is to communicate certain ideas. അപ്പോൾ ഒരു ആശയവിനിമയം നടന്നുവോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യപ്പെട്ടു, അത് ആശയവിനിമയം നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഓഫ് കോഴ്സ്, യു ഹാവ് precision. By precision, what we mean is compressedness. ഓക്കെ, ചുരുക്കി പറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രിസൈസായി ടു ദ പോയിൻ്റായിട്ട് ഒരു എക്സ്പ്രഷൻ എന്നുള്ളതാണ് നമ്മളെപ്പോഴും അസ്പയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാരിറ്റി ഈസ് ദർ ആൻഡ് പ്രിസിഷൻ ഈസ് ദർ. ഓക്കെ, നൗ ഓഫ് കോഴ്സ് ദർ കംസ് ആസ് എൻ എലിമെൻറ്റ് ഒറിജിനാലിറ്റി. ഈ ഒറിജിനാലിറ്റി മീൻസ് ഓതൻറ്റിസിറ്റി. നമുക്ക് മാത്രം സവിശേഷമായ രീതിയിലാണോ നാം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒറിജിനാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു ഡിസ്കസ് ദീസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ, ആൻഡ് വിച്ച് വി വിൽ ബി ഡൂയിങ് ഇൻ ഡീറ്റെയിൽ ഇൻ സെപ്പറേറ്റ് സെഷൻസ് ലേറ്റർ. ബട്ട് ഐ എം ജസ്റ്റ് ലിസ്റ്റിംഗ് ദീസ് ഫ്യൂ attributes here. So originality is another thing. Okay, apart from all these things, okay, we still can think of what you say freshness. Okay, a kind of expression which has never been thought of before. So I have come across an expression like this. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ച ഒരു വരി ഏതാണ്, I have dined at a hotel which hasn't reached its puberty. Okay, the word puberty is a biological word. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുക എന്നാണ് അർത്ഥം. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ച ഹോട്ടൽ ഒരു പ്രായപൂർത്തിയാവാത്ത ഹോട്ടലായിരുന്നു എന്നുള്ള. Right? It's a beautiful, fresh expression in the sense that a term from biology, a technical term from biology like puberty, is used to talk about a word or a notion which has nothing to do with it. ഒരു ഹോട്ടലിനും ഒരു പ്യൂബർട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാതൊരു കാര്യവുമില്ല. But I have dined at a hotel which hasn't reached its puberty. It's a very fresh expression, and it makes you feel very light about it. ഇതിലൊക്കെ അപ്പോൾ നമ്മൾ എത്തുന്ന പ്രധാനപ്പെട്ട കാര്യം, if you are speaking of a good style, not a perfect style. Please remember this, we are not speaking of a perfect style. We are speaking of a good style. We are speaking of life in it. This is the most important thing. Whether there is a life in your language, whether your language is dead or whether your language is lively. നിങ്ങളുടെ ഭാഷ ജീവനുള്ളതാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ജീവനുള്ളതാവുമ്പോൾ ജീവനുള്ളതിൻ്റെ സകല പ്രത്യേകതകളും അത് കാണിക്കണം. അത് ഡൈനാമിക് ആയിരിക്കണം, അത് ഗ്രോയിങ് ആയിരിക്കണം, അത് കളർഫുള്ളായിരിക്കണം, അത് വൈബ്രൻ്റ് ആയിരിക്കണം, അത് മൂവിങ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് അതിനകത്ത് വാട്ട് യു സേ ദർ ഈസ് ലൈഫ്. ബിക്കോസ് ലാംഗ്വേജ് must express the life in it. It is building up a wonderful parallel between life and itself. So it needs to be as original,
as vibrant and as dynamic, as lively as ലൈഫ് ഇറ്റ് സെൽഫ്. അതില്ലാതെ എത്രമാത്രം സാഹിത്യപരമായിട്ട് എഴുതി കഴിഞ്ഞിട്ടും, എത്രമാത്രം ഹൈ സൗണ്ടിങ് ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടും, എത്രമാത്രം വിചിത്ര രൂപത്തിൽ എഴുതി കഴിഞ്ഞിട്ടും, എത്രമാത്രം കഷ്ടപ്പെട്ട് എഴുതി കഴിഞ്ഞിട്ടും അത് നല്ല ഭാഷയാണെന്ന് നമുക്ക് പറയുവാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ നിഗമനം ഇതാണ്: ഒരു പെർഫെക്റ്റ് ലാംഗ്വേജ് സ്റ്റൈൽ എന്നൊരു സാധനം ഒരിക്കലും നിലവിലില്ല. അതിന് കാരണം അതിൻ്റെ റിസീവിങ് എൻഡിലാണ് അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ ക്വാളിറ്റീസ് എല്ലാം കൊണ്ട്, പ്രിസിഷൻ കൊണ്ട്, ക്ലാരിറ്റി കൊണ്ട്, ഫ്രഷ്നെസ് കൊണ്ട്, ഒറിജിനാലിറ്റി കൊണ്ട്, എല്ലാറ്റിലും ഉപരി അതിൻ്റെ ലൈവ്ലിനെസ് കൊണ്ട് ഭാഷ എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു. വി ഷാൽ ഡിസ്കസ് ദിസ് ഇൻ സം ഡീറ്റെയിൽ ആസ് വി പ്രൊസീഡ്. താങ്ക് യു.